പത്തനംതിട്ടയിൽ വിഭാഗീയതയിൽ കുടുങ്ങി സിപിഎമ്മിന്റെ സമ്മേളനകാലം. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി തിരുവല്ലയിലെ വിഭാഗീയതയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ താഴെത്തട്ട് മുതലുള്ള വിഭാഗീയത ജില്ലാ സമ്മേളനത്തിലും നേതൃത്വത്തിന് തലവേദനയാകും. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം 9-ാം തീയതിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2 തവണ അലങ്കോലപ്പെട്ട സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഇടപെടലിലൂടെയാണ് വീണ്ടും ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിച്ചെന്ന റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് വിമർശനങ്ങൾക്കും പിന്നീട് സമ്മേളനം തടസ്സപ്പെടാനും കാരണം. മുൻ ലോക്കൽ സെക്രട്ടറി സി സജിമോനെതിരെ പീഡന പരാതിയിൽ നടപടിയെടുക്കാൻ ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തത് തോമസ് ഐസക്കായിരുന്നു. ഇതിനെ തുടർന്ന് സജിമോനും മുൻ ഏരിയ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐസക്കിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. പുതിയ ലോക്കൽ കമ്മിറ്റിയിൽ സജിമോനുമായി ബന്ധപ്പെട്ടവരെ മാറ്റി നിർത്തണമെന്നാണ് എതിർപക്ഷത്തിന്റെ ആവശ്യം. തിരുവല്ലയിൽ സിപിഎം 2 തട്ടിലാണെന്ന പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശം ഇനിയും തുടരാനാണ് സാധ്യത. ഏരിയ സമ്മേളനത്തിൽ മത്സരം ഒഴിവാക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമങ്ങളും പാളിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി കെ.പി. ഉദയഭാനുവിന്റെ കൊടുമൺ ഏരിയ സമ്മേളനത്തിലും മത്സരത്തിലൂടെയാണ് ഉദയഭാനുവിന്റെ വിശ്വസ്തൻ ആർ.ബി. രാജീവ് കുമാർ വിജയിച്ചത്. ജില്ലാ നേതൃത്വത്തിനെതിരെയും ഏരിയ സമ്മേളനത്തിന് ശേഷവും സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ സമ്മേളനം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം തുടരുമ്പോഴും അടിക്കടിയുണ്ടാകുന്ന വിഭാഗീയത തലവേദനയാവുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട.